ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മുടെ ഡൗട്ട്സിലെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡബ്ല്യു സിറ്റിംഗ് ഉള്ള കുട്ടികളെ കുറിച്ച് പറയുമോ. നിങ്ങൾക്ക് അറിയാലോ അല്ലേ, ഡബ്ല്യു സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ സാധാരണ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ കാൽ രണ്ട് ഇങ്ങനെ വെച്ച് ഡബ്ല്യു പൊസിഷനിൽ ഇരിക്കുന്ന കുട്ടികൾ കാണും. പണ്ടൊക്കെ എല്ലാവരും അതിനെക്കുറിച്ച് കുറേ വറീഡായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറ്റണം, അല്ലെങ്കിൽ ഇടുപ്പിന് കുഴപ്പമാണ്, അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് എന്താണെന്നറിയാം, ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കുട്ടിയാണെങ്കിൽ, സാധാരണ അതൊരു ഇഷ്ടത്തോടെ ഇരിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഇരുത്തം കൊണ്ട് ഹിപ്പിന് കുഴപ്പമൊന്നും വരില്ല എന്നുള്ളതാണ് പുതിയതായിട്ടുള്ള നമ്മുടെ ആർട്ടിക്കിൾസിൽ ജേർണൽസിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വറീഡ് ആവണ്ട. 1 മുതൽ 3 വരെയുള്ള കുട്ടികളെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ടോഡ്ലേഴ്സ് എന്ന് പറയാം, അവരിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ പോകുന്നതായിട്ടും വരാറുണ്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് വറീഡ് ആവണ്ട. അല്ല, എപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പേടിക്കേണ്ടത് എന്ന് വെച്ചാൽ, ഇങ്ങനെയൊന്ന് കാണുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓർത്തോപെഡീഷ്യനെയോ അല്ലെങ്കിൽ പീഡിയാട്രിഷ്യനോ ഒന്നൊന്ന് കാണിച്ചോളൂ. ഒന്നൊന്ന് ചെക്കപ്പ് ചെയ്തിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഈ ഇടുപ്പിന് ചിലപ്പോൾ മുമ്പേ ജനിക്കുമ്പോഴേ പ്രശ്നം ഉണ്ടായിരുന്ന കുട്ടികളെ, ചെറുതായിട്ട് ചിലപ്പോൾ അത് നമുക്ക് നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊന്നും മനസ്സിലായി എന്ന് വരില്ല, ഉള്ള കുട്ടികളായിരിക്കാം ചിലപ്പോൾ കൂടുതലും ഡബ്ല്യു സീറ്റിങ്ങിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ പ്രൈമറി ആയിട്ടുള്ള കാരണം ഹിപ്പിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ച് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ ചില വേറെ തരത്തിലുള്ള മസിലൊക്കെ ഇങ്ങനെ കട്ടിയാവുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സ്റ്റിഫായിട്ട്. അതിലും ചിലപ്പോൾ കുട്ടികൾ ഇങ്ങനെയായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ പീഡിയാട്രിഷ്യനെ കാണിച്ച് നിങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കുഞ്ഞിനിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ വറീഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഗ്രാജുവലി നമുക്ക് കുഞ്ഞിനോട് നോർമൽ രീതിയിൽ ഇരിക്കാൻ പറയാം. ഒരു കാലിൻ്റെ മുകളിൽ ക്രോസ് ചെയ്തിട്ടിട്ട് ഇരുന്ന് ശീലാക്കാൻ പറയാം. അല്ലെങ്കിൽ സ്റ്റെപ്സിലൊക്കെ ഇരിക്കുക. അതിപ്പോൾ സാധാ സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് പോലെ സ്റ്റൂളില്ലേ, അപ്പോൾ അതിലിങ്ങനെ ഇരിക്കാൻ പറയാം. അപ്പോഴൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ തൈയിലെ ബോണില്ലേ, തൈ ബോണിനൊരു ടെൻഡൻസിയാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനൊരു ഈ ഒരു ടെൻഡൻസി ഇരുത്തം വരുന്നത്. അപ്പോൾ ആ റൊട്ടേഷൻ ടെൻഡൻസി അങ്ങനത്തെ ഇരുത്തം കൊണ്ട് മാറും. അപ്പം നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ വഴക്ക് പറഞ്ഞോ അടിച്ചോ ഒന്നുമല്ല മാറ്റേണ്ടത്. പ്രോപ്പർ പൊസിഷനിൽ പറ്റുന്നത്ര സമയത്ത് ഇരുത്തിയിട്ട് കുട്ടീനെ ശീലമാക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഡൗട്ടും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പുതിയ ഒരു ടോപ്പിക്കായിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.